നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗം മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വിശ്വാസം എന്നുള്ള പദത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് തലത്തെ നമുക്ക് ശ്രദ്ധ എന്ന് മനസ്സിലാക്കാം. വിശ്വാസം എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടുള്ള സ്നേഹമുണ്ട്. സ്നേഹത്തിൽ നിന്നാണ് എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളും ഉണ്ടാവുന്നത്. അതിൻ്റെ ഏറ്റവും ഉയർന്ന കൾമിനേഷനാണ് ശ്രദ്ധ. സ്നേഹം മാത്രമായിട്ട് മാറണം. നമ്മളെ നയിക്കുന്നത് വേറൊന്നുമല്ല, സ്നേഹം മാത്രം. അതിന് നേരെ എതിർദിശയിൽ നിൽക്കുന്ന എന്താണ്? ഭയം. ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് സംശയം. അതുകൊണ്ടാണ് ഡൗട്ട് പോയ്സൺസ് ദ വിൽ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും സംശയിക്കുമ്പോൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ഇതുവരെയുള്ള അറിവിൽ പിടിച്ചു തൂങ്ങുന്നു. ആദി ശങ്കരാചാര്യർ ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തിയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ചിലങ്കയുടെ ശബ്ദം ശ്രവിക്കാത്തതുകൊണ്ട് തിരിഞ്ഞു നോക്കി എന്നൊരു കഥയുണ്ട്. തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ റിലൈ ചെയ്തു എന്നുണ്ട്. അപ്പോൾ ഭഗവതി പിന്നെ മുന്നോട്ട് പോയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ സഞ്ചരിച്ച വഴിയിൽ നമ്മുടെ ബുദ്ധി, അതായത് കാലാകാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള നോളജ് ബാങ്ക് നമ്മളെ സഹായിക്കുന്നു, മനസ്സും നമ്മളെ സഹായിക്കുന്നു. പക്ഷെ അത് മറികടക്കാൻ ഈ ബുദ്ധിക്കും മനസ്സിനും സാധിക്കില്ല, സഹായിക്കാൻ പറ്റില്ല. അതിന് മുകളിൽ നിന്നും ഉള്ള കണക്ഷൻ അതാവശ്യമാണ്. നമ്മൾ മഹാന്മാരുടെ ജീവിതങ്ങൾ നോക്കിയാൽ ഇതറിയാം. യേശു ക്രിസ്തുവിൻ്റെ അവസാന കാലങ്ങളിൽ അങ്ങയുടെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധിജി, ഞാൻ ഇരുട്ടിൽ തപ്പുകയാണ്, എന്നെ ഇനി നയിക്കുന്നത് അദ്ദേഹം മാത്രം, രാമൻ മാത്രം. മഹാത്മാഗാന്ധിജിയുടെ അചഞ്ചലമായിട്ടുള്ള ആ വിശ്വാസമാണ് അവസാന കാലങ്ങളിൽ നമ്മൾ കാണുന്നത്. മഹാത്മാഗാന്ധിജിയുടെ യഥാർത്ഥ ജീവിതം അവസാന കാലങ്ങളാണ്, അവസാനത്തെ 1-2 കൊല്ലം. അതാണ് എല്ലാവരും പഠിക്കേണ്ടത്. അചഞ്ചലമായിട്ടുള്ള വിശ്വാസം.
നമ്മളിൽ ഈ വിശ്വാസം പൂർണ്ണമായിട്ടും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിത ചക്രങ്ങളിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഖം ദുഃഖം എന്നുള്ള ഈ ചക്രങ്ങളിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് ഒന്നേ ഉള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ജീവിതത്തിൽ വിഷമങ്ങളുണ്ടാവില്ല. നമുക്കിവിടെ യാത്രയുടെ ആവശ്യമില്ല. നമ്മൾ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഞാനാണ് ഈ തമസിൻ്റെ ചിന്ത ഉണ്ടാക്കിയത്. ഞാനാണ് ഇവിടെ മൃത്യു എന്നുള്ള ബോധമുണ്ടാക്കിയത്. ഞാനാണ് അജ്ഞത ഉണ്ടാക്കിയത്. ഞാനാണത് മാറ്റേണ്ടത്. ഞാനാണ് ഇതെല്ലാം എന്ന് തിരിച്ചറിയുന്നതോട് കൂടിയിട്ട് ഞാൻ ഫ്ലോയിൽ തിരിച്ചെത്തുന്നു. ഭഗവത്ഗീതയിലെ വിഭൂതി യോഗം ഒന്നുകൂടി ഈ ഒരു അർത്ഥത്തിൽ വായിച്ചു നോക്കും. 10-ാം അധ്യായം വിഭൂതി യോഗം. ഞാൻ ആണ് ഇതെല്ലാം എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷം വീണ്ടും അതൊന്നും നിങ്ങൾ ആവേണ്ട ആവശ്യമില്ല. അതിൽ നിന്നും എനിക്ക് മുന്നോട്ട് പോകാനുള്ള അറിവ് കിട്ടില്ല. ഇതുവരെ എന്നെ എത്തിച്ചു, ഇവിടെ ജീവിക്കാൻ എന്നെ സഹായിക്കും. ഇതുവരെയുള്ള അറിവുകൾ, പഞ്ചഭൂതങ്ങളുടെ ഈ ലോകം ഇവിടെ എന്നെ ജീവിക്കാൻ സഹായിക്കുന്നു. പക്ഷെ ഇത് ട്രാൻസെൻഡ് ചെയ്യാൻ അത് സഹായിക്കില്ല. അപ്പോൾ നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ഊർജ്ജസ്വലരാക്കാനായിട്ട്, നമ്മളെ സെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോകം എന്ന് പറയുന്നത്. ഇതെല്ലാം ഉൾക്കൊണ്ട് ഇവിടെ സ്നേഹത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് ആണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ അജ്ഞത പോകുന്നു, ഭയമില്ലാണ്ടായി മാറുന്നു, സംശയങ്ങളില്ലാണ്ടായി മാറുന്നു, എല്ലാം സ്വീകരിക്കാനുള്ള കഴിവുണ്ടാകുന്നു. അങ്ങനെ എല്ലാം സ്വീകരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ ഒരു സമർപ്പണ ബോധത്തിലേക്കും അച്ചടക്കത്തിലേക്ക്, ഡിസിപ്ലിനിലേക്ക് വരുന്നു. ഈ സമർപ്പണം നമ്മളെ സ്രോതസ്സിൽ നിന്നുമുള്ള യഥാർത്ഥ അറിവിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ സ്പിരിച്വൽ സാധന എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ നമ്മളൊരു യൂണിഫിക്കേഷൻ, ഇൻ്റഗ്രേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. എല്ലാ എഡ്യൂക്കേഷനും ശരിക്കും സ്പിരിച്വൽ തന്നെയാണ്. അല്ല പ്രത്യേകിച്ചൊരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു എഡ്യൂക്കേഷൻ ആവശ്യമില്ല. ഇതിനെ എയ്ഡ് ചെയ്യുന്നതാണ് മെഡിറ്റേഷനും ക്ലീനിങ്ങും എല്ലാം. അല്ലാതെ ഇതിന് വേറിട്ടൊരു കാര്യമില്ല. ഇവിടെ എല്ലാം ഒന്നാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ടെക്നിക്സ്, സാധന. ജീവിതത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്നു, സയൻസിൽ പഠനം പഠിക്കുന്നു. ഇത് അവിടെ പഠിച്ചിട്ട് അവിടെ മറക്കാനുള്ളതല്ല, ജീവിതത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മനസ്സിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ഈ കപ്പാസിറ്റി, കഴിവ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ജീവിതവുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത ജീവിതം മുഴുവനും ഒന്ന് തന്നെയാണ്. കമ്പാർട്ട്മെൻ്റലൈസേഷൻ ഇല്ല എന്നാണ് ചാരിജി മഹാരാജ് പറഞ്ഞത്. ഡിവോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ നിമിഷവും ഡിവോഷനാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാ നിമിഷവും വിശ്വാസമാണ്. ആചാര്യ വിനോബാ ഭാവെ പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കൂ, നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല എന്നാണ്. നമുക്കതിനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാം യഥാർത്ഥത്തിൽ എൻ്റെ നന്മയ്ക്ക് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ രീതിയിൽ പെരുമാറി നോക്കൂ, ഭയമില്ലാണ്ടേ മാറും. നമ്മുടെ ഭയവും നമ്മുടെ സംശയങ്ങളും വരുന്നത് ഈ ഒരു തിരിച്ചറിവില്ലാത്തതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പലതരത്തിലുള്ള തർക്കങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിശ്വാസം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ സ്നേഹം എന്താണെന്ന് യഥാർത്ഥത്തിൽ ഉള്ളിൽ ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസം. അപ്പോഴാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ശ്രദ്ധയായിട്ട് മാറുന്നത്, നമ്മുടെ ഫൗണ്ടേഷൻ സ്നേഹമായിട്ട് മാറുന്നു. ആ ഫൗണ്ടേഷൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധ, ആ ഫൗണ്ടേഷൻ തന്നെയാണ് സ്നേഹം. അവിടെ അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ശരിക്കും സഞ്ചരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അവിടെ തന്നെ ആവുന്നു. ഇതാണ് നമ്മുടെ ഈ ഡിസ്കഷൻ ടൈറ്റിലിൻ്റെ അർത്ഥം തന്നെ, പാത്ത് ഇസ് ദ ഗോൾ. നമ്മുടെ പാത്തും ശ്രദ്ധയാണ്, ലക്ഷ്യവും ശ്രദ്ധയാണ്, സ്നേഹമാണ്. രണ്ടും ഡിഫറൻ്റ് അല്ല. ബാബുജി മഹാരാജ് അൾട്ടിമേറ്റ് സ്റ്റേറ്റിലേക്കുള്ള ചുവട് വയ്ക്കാൻ തയ്യാറായപ്പോൾ ലാലാജി മഹാരാജ് കൊടുത്ത സ്പിരിച്വൽ കണ്ടീഷൻ, ബാബുജി മഹാരാജ് പറഞ്ഞു, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയത്. കാരണം ഇതുവരെ ഉണ്ടായുള്ള അനുഭവങ്ങളൊക്കെ ഡിഫറെൻറ്റ്, പ്രത്യേകിച്ചൊന്നും അനുഭവങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് അട്രാക്റ്റീവായിട്ടൊന്നുമില്ല. അപ്പോൾ ലാലാജി മഹാരാജ് പറഞ്ഞു, എന്നാൽ ഞാൻ നിന്നിൽ നിന്ന് തിരിച്ചെടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അയ്യോ നാഥ അങ്ങനെ ചെയ്യല്ലേ, ഞാൻ ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആക്സെപ്റ്റൻസ്, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നതും നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ആവണമെന്നില്ല നമ്മുടെ യാത്രയിൽ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവിതാനുഭവങ്ങൾ ഈ തരത്തിൽ ഉൾക്കൊണ്ട് എല്ലാം എന്നെ ഉയർത്താനുള്ളതാണെന്നുള്ള ആ ഒരു തലത്തിലേക്ക്, ആക്സെപ്റ്റൻസിലേക്ക് വരും നമ്മൾ ശ്രദ്ധയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. നമുക്ക് വീണ്ടും അടുത്ത സെഷനിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.